ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പഴയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്നതിനും അടിമകളാക്കുന്നതിനുമായിരുന്നു. പൗരന്മാരെ അടിമകളാക്കി കണക്കാക്കി നിർമ്മിച്ച നിയമങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ എന്തിനു പിന്തുടരണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് വിജയകരമായി നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പഴയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്നതിനും അടിമകളാക്കുന്നതിനുമായിരുന്നു. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിനു ശേഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായപ്പോഴും കൊളോണിയൽ നിയമങ്ങൾ പിന്തുടർന്നു. ബ്രിട്ടീഷുകാർ പോയതിനാൽ ബ്രിട്ടീഷ് നിയമങ്ങളിൽ നിന്ന് മോചിതരാകുമെന്ന് രാജ്യത്തെ ജനങ്ങൾ കരുതിയിരുന്നു. എന്നാൽ ഏറെക്കാലം നാം വീണ്ടും ഈ നിയമങ്ങളിൽ നിലയുറച്ചു. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനും ചൂഷണത്തിനുമുള്ള മാർഗങ്ങളായിരുന്നു ഈ നിയമങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. 1857 സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിന്റെ വേരുകൾ ഇളക്കിമറിച്ചു. ഇതോടെ 1860 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ പീനൽ കോഡ് നടപ്പിലാക്കി. ഏതാനും വർഷങ്ങൾക്കു ശേഷം ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷവും ദശാബ്ദങ്ങളോളം നമ്മുടെ നിയമങ്ങൾ ഒരേ ശിക്ഷാ നിയമത്തിൽ നിലകൊണ്ടു. പൗരന്മാരെ അടിമകളായി കണക്കാക്കി നിർമ്മിച്ച നിയമങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ എന്തിനു പിന്തുടരണം? അതിനാലാണ് കൊളോണിയൽ നിയമങ്ങൾ പിഴുതെറിഞ്ഞ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം ബിൽ എന്നിവ ലോക്സഭയിൽ പാസാക്കിയതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൊളോണിയൽ ചിന്തയിൽ നിന്നും പൗരന്മാരെ മോചിപ്പിക്കുന്ന ബില്ലുകളാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ ചീഫ് ജസ്റ്റിസുമാരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിയാണ് 3 നിയമങ്ങളും പാസാക്കിയത്. സുപ്രീം കോടതി, 16 ഹൈക്കോടതികൾ, ജുഡീഷ്യൽ അക്കാദമിക് തുടങ്ങി നിരവധി നിയമ സ്ഥാപനങ്ങളിലെ വിദഗ്ധരുടെ അഭിപ്രായം ബിൽ പാസാക്കുന്നതിന് മുമ്പായി തേടിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമനിർമ്മാണത്തിന് നൽകിയ സംഭാവനകൾക്ക് സുപ്രീം കോടതിയുടെയും ജഡ്ജിമാരുടെയും രാജ്യത്തെ എല്ലാ ഹൈക്കോടതികളോടും പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചിരുന്നു. 2024 ജൂലൈ 1 രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. ഇന്ത്യൻ പീനൽ കോഡിന് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിതയാണ് പ്രാബല്യത്തിൽ വന്നത്. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ തെളിവ് നിയമത്തിനു പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയവുമായാണ് നിലവിൽ വന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12 ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പിന്നീട് ഡിസംബർ 13 പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25 രാഷ്ട്രപതി അംഗീകാരം നൽകി. പുതിയ നിയമം അനുസരിച്ച് ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി 45 ദിവസത്തിനുള്ളിൽ വിധി പറയുകയും ആദ്യവാദം കേട്ട് 60 ദിവസത്തിനകം കുറ്റം ചുമത്തുകയും വേണം. ബലാത്സംഗത്തിന് ഇരയായവരുടെ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും 7 ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും വേണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ പുതിയ അധ്യായം കൂട്ടിച്ചേർത്തു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവുമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ, കൊലപാതകം, ഭരണകൂടത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ നിയമത്തിൽ മുൻതൂക്കം നൽകിയിരുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങൾ ഗൗരവമേറിയ കുറ്റമാകും. 5 അതിലധികമോ പേർ ഗ്രൂപ്പായി ചേർന്ന് ജാതി, സമുദായം, ഭാഷ, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ദേഹദ്രോഹം ഏൽപ്പിച്ചാൽ ആ കൂട്ടത്തിലെ ഓരോ അംഗത്തിനും 7 വർഷം വീതം തടവും പിഴയും ലഭിക്കും. അശ്രദ്ധയോടെ വാഹനം ഇടിച്ചു മറ്റൊരാൾ മരിക്കാൻ കാരണക്കാരനാവുകയും അപകട വിവരം പോലീസിലോ മജിസ്ട്രേറ്റിനെതിരെ അറിയാതെ രക്ഷപ്പെടുകയും ചെയ്താൽ 10 വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കും. അതേസമയം ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാക്കുന്ന വകുപ്പ് ഒഴിവാക്കി. രാജ്യദ്രോഹ കുറ്റത്തെ ഭാരതീയ നിയമ സംഹിതയിൽ 150 വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 33 കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും 83 കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20 പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർത്തു. 23 കുറ്റകൃത്യങ്ങൾ നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കി. 6 കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവന ശിക്ഷയുമായി കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.